ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യത്തെ റെസിപ്പി വെണ്ടയ്ക്ക സാദത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വെണ്ടയ്ക്ക റൈസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ പച്ച കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് ഒരളവ് ഞാൻ പറയുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് അധികം പൊടിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടൊരു കണക്ക് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഏത് അളവിലാണോ എടുക്കുന്നത്, ഇപ്പോൾ 1 ടേബിൾ സ്പൂണാണ് പച്ചക്കപ്പലണ്ടി എടുക്കുന്നതെങ്കിൽ അതേ അളവിൽ ബാക്കി എല്ലാ ഐറ്റംസും എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ ഞാൻ കടലപ്പരിപ്പും പിന്നെ ഉഴുന്നുപരിപ്പും അതേപോലെ വെളുത്ത എള്ളില്ലേ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കരിഞ്ഞു പോവാതെ നോക്കണം, ഒട്ടും കരിയാൻ പാടില്ല. അപ്പോൾ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കുക. 1 മിനിറ്റ് കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക. പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കരിവേപ്പിലയാണ്. കരിവേപ്പില കുറച്ച് അധികം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അഥവാ അധികം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചാൽ മതി കേട്ടോ. പിന്നെ ഒരു 10 മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബാഡ്ഗേ ചില്ലിയിൽ പിരിയൻ മുളക് അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചേർത്തതിന് ശേഷം വീണ്ടും ചൂടാക്കി എടുക്കുക. 2-3 മിനിറ്റ് ഈ മുളകൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഒന്ന് ഡ്രൈ ആയി വരട്ടെ, അതുവരെ ഒന്ന് ചൂടാക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കി എടുക്കാൻ. അപ്പോഴേക്കും നമ്മൾ ചേർത്തേക്കുന്ന കടലയും പച്ചക്കപ്പലണ്ടിയും അതിൻ്റെയൊക്കെ കളർ മാറി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി കിട്ടിക്കോളും. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കൈപ്പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മേ ബി ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കണം. സ്റ്റൗ ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. തേങ്ങ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. തേങ്ങ അങ്ങനെ ഫ്രൈ ആവണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. സോ അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മസാല ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല കുറച്ച് അധികം പൊടിച്ച് വെക്കുന്നുണ്ടെന്ന്. ഇങ്ങനെ പൊടിച്ചിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും, കുറച്ച് ദിവസത്തേക്ക് മാത്രം, അധികമൊന്നുമില്ല, ഒരു 2-3 ദിവസത്തേക്ക് മാത്രം. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഇതേ മസാല കൊണ്ട് വഴുതനങ്ങ വെച്ചിട്ട് ചോറുണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പച്ച വഴുതനങ്ങ കിട്ടുമല്ലോ, ആ വഴുതനങ്ങയും ഇതേ പ്രൊസീജിയറിൽ ഇതേപോലെ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഈ മസാല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം പൊടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ച് വെക്കാം. ഇനി സെയിം പാനിലേക്ക് തന്നെ, സെയിം കടായിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും കുറച്ച് മാത്രം, ഒരു 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കൊക്കെ അങ്ങനെ കൃത്യമായിട്ട് ഒരു അളവൊന്നുമില്ല, ഒരു 15 വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം. അഥവാ വെണ്ടയ്ക്ക ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ചേർത്ത് കൊടുക്കുക. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ. വെണ്ടയ്ക്ക ചേർക്കുന്നില്ല, കാരണം എങ്ങനെയായാലും ചുരുങ്ങി കുറച്ചേ ഉണ്ടാവുള്ളൂ. നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുമ്പോഴത്തേനും ആകെ നമ്മളിപ്പോൾ ചേർക്കുന്നതിൻ്റെ പകുതിയേ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വെണ്ടയ്ക്കയുടെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് തീരുമാനിക്കാം എത്ര വേണം എന്നുള്ളത്. ഇപ്പോൾ വെണ്ടയ്ക്ക ഇട്ടതിന് ശേഷം കുറച്ച് മാത്രം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലെ ആ ഒരു പശയുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. നമ്മൾ സാധാരണ മെഴുക്കുവരട്ടിക്ക് ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം. ഇതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആവാനുണ്ട്. ആ ഒരു സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും വെണ്ടയ്ക്കൊക്കെ നല്ലതുപോലെ വാടി വരും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് പൊടിച്ച് മാറ്റി വെച്ചേക്കുന്ന ആ ഒരു മസാല പൗഡർ ഉണ്ടല്ലോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇത്രയും പൊടിച്ചപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകുതിയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ചേർക്കുന്ന റൈസിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്താൽ മതി. അഥവാ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ലാസ്റ്റിൽ വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തു, റൈസിന് വേണ്ടത്ര ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന സോനാ മസൂരി റൈസാണ് ചേർക്കുന്നത്. ഞാൻ ഓൾറെഡി ചോറൊക്കെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തണുത്തതിന് ശേഷം ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ സോനാ മസൂരി റൈസ് അല്ല യൂസ് ചെയ്യുന്നത്, അതിന് പകരം സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന അരിയൊക്കെ ഉണ്ടല്ലോ അതാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓവറായിട്ട് ചോറ് കുക്കാവാതിരുന്നാൽ മാത്രം മതി. ഒരുപാട് അങ്ങ് ചോറ് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് റൈസ് വേണമെങ്കിലും ചേർക്കാം, ഏതാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിവിടെ പിന്നെ പലാവിനൊക്കെ റൈസ് യൂസ് ചെയ്യുന്നത് സോനാ മസൂരിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റൈസ് തന്നെ ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയൊക്കെ എല്ലാ റൈസിലും കോട്ടായി കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ പൊടി കുറവാണെന്ന് തോന്നുകയാണെങ്കിലും ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പും മസാലയും എല്ലാം കറക്റ്റാണ് കേട്ടോ, എല്ലാം ഓക്കെയാണ്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റൈസ് ഐറ്റമാണ്. പ്രത്യേകിച്ച് ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചപ്പാത്തിയുടെ കൂടെ കൊടുത്തു വിട്ടേക്കുന്ന പന്നീർ ജാൽഫ്രാസിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പന്നീർ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിലർ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രൈ
ഫ്രൈ ചെയ്തെടുക്കാറില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഫ്രൈ ചെയ്യാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പനീർ ചിലപ്പം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് പൊടിയുമൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മാത്രം മതി. ഇതായിപ്പോൾ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് മതിയാവും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇതാകുമ്പോൾ കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കും. നമ്മൾ ഇളക്കുന്ന സമയത്തൊന്നും അങ്ങനെ പൊടിയത്തില്ല. ഇതിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കാം. നമുക്ക് ഗ്രേവി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് സെയിം പാനിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽട്ട് ആവുന്ന സമയത്ത് ഇതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും പിന്നെ ഒരു വറ്റൽമുളക് 1-2 വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നുണ്ട്, എന്നാലും ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 7-8 വെളുത്തുള്ളി വളരെ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇഞ്ചി കഷ്ണം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും. അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം ഉള്ളി ചേർത്ത് കൊടുക്കാനായിട്ട്. ഉള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ അരിഞ്ഞും ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ചേർക്കുന്ന രീതിയിലുള്ള ഉള്ളി അതുപോലെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഓരോരോ കുട്ടി കുട്ടി പീസസ് ആയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒരുപാടൊന്നും ഉള്ളി വാടേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ഡിമ്മായി വന്നാൽ മതി. കളറൊന്ന് ഡിമ്മായി വരുന്ന സമയത്ത് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളറിലുള്ള ക്യാപ്സിക്കം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ച കളറും പിന്നെ എൻ്റെ കയ്യിൽ വേറൊരു കളർ റെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതങ്ങനെ ക്യാപ്സിക്കമും ഉള്ളിയൊക്കെ അങ്ങനെ വെന്ത് കുഴയണം അങ്ങനൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ആ സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അതേപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ഇതിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം ഒരു 75% കുക്ക്ഡ് ആയിട്ടുണ്ടാവുള്ളൂ. നമ്മൾ ചേർത്തേക്കുന്ന ഉള്ളിയുടെയും ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. വലിയ പുളി ഇല്ലാത്ത തക്കാളി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ല, 2 ഉള്ളി ചേർത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 ഉള്ളിയാണ് ചേർത്തേക്കുന്നത്. അതേപോലെ ക്യാപ്സിക്കം ആയാലും മീഡിയം സൈസിലുള്ള 2 ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും 2 തക്കാളിയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ടാവും, എന്നാൽ വെന്തുടഞ്ഞു പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച്, ഒരു 1/4 ടീസ്പൂണും കുറച്ച് മാത്രം കൂടുതലായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്തേക്കുന്ന പഞ്ചസാരയൊക്കെ മെൽട്ടായി ഈ ഗരം മസാല പൊടിയൊക്കെ നന്നായിട്ട് പനീരിലും അതേപോലെ നമ്മൾ ചേർത്തേക്കുന്ന ഉള്ളിയിലൊക്കെ നല്ലപോലെ ഒന്ന് കോട്ടായി കിട്ടുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടച്ചു വെച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പനീർ വെന്തതാണ് ഓൾറെഡി, അതേപോലെ വെജിറ്റബിൾസ് ഒക്കെ വെന്തതാണ്. എന്നാലും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ചെറുതായിട്ടൊന്ന് ആവി കയറട്ടെ. അപ്പോൾ അടച്ചു വെച്ച് ഒരു 1-2 മിനിറ്റോ മാക്സിമം ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതൊരു ഗ്രേവി ഐറ്റം അല്ല, ഒട്ടും ഒരു ഗ്രേവി ഐറ്റം അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ചപ്പാത്തിക്കകത്ത് റോളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു വെജിറ്റബിൾസും വെച്ചിട്ട് അതിൻ്റെ കൂടെ ചീസൊക്കെ വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ലെറ്റ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാസ് ഒക്കെ ആഡ് ചെയ്തിട്ട് റോളായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ചപ്പാത്തി എന്നല്ല, പൊറോട്ടയുടെ കൂടെ ആയാലും സാധാരണ നമ്മൾ റോൾ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പനീർ ജാൽഫ്രാസി റെഡിയാണ്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ്, ചപ്പാത്തിക്കൊക്കെ പറ്റിയ സൈഡ് ഡിഷ് ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇന്നത്തെ 2 റെസിപ്പീസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൊടുത്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.